നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. റാങ്ക് ഫയൽ കംപ്ലീറ്റിംഗ് ചലഞ്ചിന്റെ ഡേ 6 ആണ് ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈസ്രോയ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. വലിച്ചുവാരി പഠിക്കുകയില്ല, PSC ആവർത്തിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, അതുപോലെ ഗവർണർ ജനറൽസിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആധിപത്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പൊ ഇന്ത്യയിലെ ആധിപത്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധങ്ങളാണ് ഏത്? കർണാട്ടിക് യുദ്ധങ്ങൾ. ഇംഗ്ലീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധം മൈസൂർ യുദ്ധങ്ങളാണ്. അപ്പൊ ഇംഗ്ലീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ മൈസൂർ യുദ്ധങ്ങളാണ്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താനാണ് മൈസൂർ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഭരണാധികാരി. ഫ്രഞ്ച് വിപ്ലവകാരികളുടെ ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന മൈസൂർ ഭരണാധികാരിയും ടിപ്പു സുൽത്താനാണ്. ഫ്രഞ്ച് വിപ്ലവകാരികളുടെ ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന മൈസൂർ ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താനാണ്. ടിപ്പുവിന്റെ തലസ്ഥാനം ശ്രീരംഗപട്ടണം. അപ്പോ ടിപ്പു സുൽത്താൻ അന്തരിച്ച മൈസൂർ യുദ്ധം 4ാം മൈസൂർ യുദ്ധമാണ്. 1799 മെയ് മാസം 4-നാണ് ടിപ്പു സുൽത്താൻ അന്തരിച്ചത്. 1799 മെയ് 4. 4ാം മൈസൂർ യുദ്ധം നടക്കുമ്പോൾ ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലി ആയിരുന്നു. എന്നാൽ 4ാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആർതർ വെല്ലസ്ലി ആണ്. ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലിയും യുദ്ധസമയത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആർതർ വെല്ലസ്ലിയുമായിരുന്നു. 1ാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് സൽബായ് സന്ധി. 1782. 1ാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി സൽബായ് സന്ധി 1782. 2ാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി രാജ്കോട്ട് സന്ധി 1805. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് പൂനെ. അപ്പൊ 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശം ഏതാ? പൂനെയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം പ്ലാസി യുദ്ധമാണ്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. നമ്മൾ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാനുള്ള ടെക്നിക്ക് എന്താണ്? വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടും PSC നടത്തുന്ന എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടും സിലബസ് വൈസ് ആയിട്ട് ചോദ്യങ്ങൾ നൽകിയിരിക്കുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം, PSC ചലഞ്ചർ. അപ്പോൾ ഈ PSC ചലഞ്ചറിൽ നമുക്ക് കോഴ്സിന്റെ അവിടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്രാഷ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രി ലെവൽ സിലബസിന്റെ അതേ ടോപ്പിക്കുകൾ അവർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ആ ഓരോ ടോപ്പിക് എടുത്ത് അതിലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ അതിനകത്ത് അവർ ക്വിസിന്റെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് കയറി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് 1,00,000-ഓളം ചോദ്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ SCRT കണ്ടന്റ്, SCRT പാഠപുസ്തകങ്ങളിലെ ചോദ്യങ്ങളും ഇവർ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. PSC മുൻ വർഷങ്ങളിൽ നടത്തിയ ചോദ്യങ്ങളും മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഇത് അപ്ഡേറ്റ് ആവുന്നതാണ്. അപ്പം വളരെയധികം നല്ലൊരു ആപ്പാണ് മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും ഒന്ന് പോയി ചെക്ക് ചെയ്യുക. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പാണ്, പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ 1757 പ്ലാസിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യവുമായി ഏറ്റുമുട്ടിയത് ആരാണ്? സിറാജുദ് ദൗളയാണ്. സിറാജുദ് ദൗള ബംഗാളിലെ ഭരണാധികാരിയായിരുന്നു. 1757 പ്ലാസിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഏറ്റുമുട്ടി. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലമാണ് ബംഗാൾ. പ്ലാസി യുദ്ധത്തെ തുടർന്ന് ബംഗാളിൽ ബ്രിട്ടീഷുകാർ അവരോധിച്ച രാജാവ് മിർജാഫറിനെയാണ് രാജാവായിട്ട് ബ്രിട്ടീഷുകാർ അവരോധിച്ചത്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം. 1764 ബക്സാർ യുദ്ധം നടന്നത്. ബക്സാർ ഇപ്പോൾ ഏത് സംസ്ഥാനത്താ? ബീഹാറിലാണ് ബക്സാർ സ്ഥിതി ചെയ്യുന്നത്. ഇനി കർണാട്ടിക് യുദ്ധം പറഞ്ഞല്ലോ. ഇന്ത്യയിലെ ആധിപത്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അപ്പോൾ ഈ കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ 1ാം കർണാട്ടിക് യുദ്ധം
കർണാട്ടിക് യുദ്ധം 3 നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ആക്സ്ല ചാപ്ല സന്ധി 1748. ഒന്നാമത്തത് ആ വെച്ചാണ് തുടങ്ങുന്നത് എന്നോർക്കുക. ആക്സ്ല ചാപ്ല സന്ധി 1748. രണ്ടാമതും കർണാട്ടിക് യുദ്ധം നടന്നു. അത് അവസാനിക്കാൻ കാരണമായ സന്ധി പോണ്ടിച്ചേരി സന്ധിയാണ്. 1754 പോണ്ടിച്ചേരി സന്ധി നടന്നത്. മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്നു. അത് അവസാനിക്കാൻ കാരണമായ സന്ധി പാരീസ് ഉടമ്പടിയാണ്. 1763. ഒന്നാമത്തത് ആക്സ്ല ചാപ്ല സന്ധി വഴി അവസാനിച്ചു. രണ്ടാമത്തത് പോണ്ടിച്ചേരി സന്ധി. മൂന്നാമത്തതോ പാരീസ് ഉടമ്പടി. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി മദ്രാസ് ഉടമ്പടി. രണ്ടാമത്തെ മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി മംഗലാപുരം സന്ധി. 1784 മംഗലാപുരം സന്ധി നടന്നത്. അത് രണ്ടാം മൈസൂർ യുദ്ധം. മൂന്നാം മൈസൂർ യുദ്ധം ശ്രീരംഗപട്ടണം സന്ധിയാണ്. അത് എപ്പോഴും ചോദിക്കാറുള്ള വർഷമാണ്. 1792 ശ്രീരംഗപട്ടണം സന്ധി നടന്നത്. നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയും അന്തരിക്കുകയും ചെയ്തു. ഇനി പ്ലാസി യുദ്ധമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് ആരായിരുന്നു? റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് ആണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ആരാണെന്ന് ചോദിച്ചാലും റോബർട്ട് ക്ലൈവ് ആണ് ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ. രണ്ടാം കർണാട്ടിക് യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ജനറൽ ആയിരുന്നു റോബർട്ട് ക്ലൈവ്. അപ്പോൾ രണ്ടാം കർണാട്ടിക് യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ജനറൽ ആയിരുന്നു റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ്. ഈ ചോദ്യം PSC ആവർത്തന ചോദ്യമാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകനായി അറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചെടുക്കാം. ഇത് ആരുടെ വാക്കുകളാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. റോബർട്ട് ക്ലൈവ് പറഞ്ഞതാണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തന്നാൽ ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യ നിയമം റെഗുലേറ്റിംഗ് ആക്ട് ആണ്. 1773. വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയത് ഏത് ആക്ട് പ്രകാരമാണ്? റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ്. വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയത് 1773 റെഗുലേറ്റിംഗ് ആക്ട് നടന്നത്. കൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറലും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അത് 1774 സ്ഥാപിച്ചത്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ആരാ? റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരി ആരാ? വാറൻ ഹേസ്റ്റിങ്സ്. ഇനി PSC ആവർത്തന ചോദ്യമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. സ്ഥാപകനല്ലേ, അപ്പോൾ ബാബർ ആണ്. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ ആയതുകൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അതുകൊണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നതും റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ ആരാ? റിച്ചാർഡ് വെല്ലസ്ലി ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് ആരായിരുന്നു? കഴ്സൺ പ്രഭു ആയിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ്. അപ്പോൾ ബാബർ റോബർട്ട് ക്ലൈവ്, അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി, ഔറംഗസീബ് കഴ്സൺ പ്രഭു. ചാൾസ് വിൽക്കിൻസ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഭഗവത്ഗീതയ്ക്ക് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യ ചരിത്രത്തിലും സംസ്കാരത്തിലും ഗവേഷണം നടത്താനായി വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്ത് ആരംഭിച്ച സ്ഥാപനമാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഇത് സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. 1784 എന്ത് സ്ഥാപിച്ചത്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. ആരാ സ്ഥാപിച്ചത്? വില്യം ജോൺസ് ആണ്. 1784 വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണെന്നും കൂടി ഓർത്തിരിക്കാം. ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റിംഗ് ഫെൻസ് എന്ന നയത്തിന്റെ ശില്പിയായ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റിംഗ് ഫെൻസ് എന്ന നയത്തിന്റെ ശില്പിയായ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ച ഭരണാധികാരി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റിന്റെ കാലത്ത് പാസാക്കിയ കമ്പനി ഭരണത്തിന്റെ മേൽ
ബ്രിട്ടന്റെ നിയന്ത്രണം പൂർണ്ണമാക്കി കൊണ്ടുള്ള നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. അപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റിന്റെ കാലത്ത് പാസാക്കിയ കമ്പനി ഭരണത്തിന്റെ മേൽ ബ്രിട്ടന്റെ നിയന്ത്രണം പൂർണ്ണമാക്കി കൊണ്ടുള്ള നിയമമായിരുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസാക്കിയ വർഷം 1784. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് ആരാണ്? കോൺവാലീസ് ആണ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരിയാണ് കോൺവാലീസ്. ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരിയാണ് കോൺവാലീസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പോലീസ് സംവിധാനം നടപ്പിലാക്കിയ ഭരണാധികാരി. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം നടപ്പിലാക്കിയ ഭരണാധികാരി കോൺവാലീസ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരിയും കോൺവാലീസ് തന്നെയാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഭരണാധികാരി 1793 1793. സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. സെമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ഇനി PSC എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയും PSC ആവർത്തന ചോദ്യമാണ്. സൈനിക സഹായ വ്യവസ്ഥയും PSC ആവർത്തന ചോദ്യമാണ്. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണാധികാരി ആരാ? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. 1798 കൊണ്ടുവന്നത്. 1798. ഇനി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം ഏതാ? ഹൈദരാബാദ് ആണ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചത്. 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ കൂടിയാണ് റിച്ചാർഡ് വെല്ലസ്ലി. 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഗവർണർ ജനറലായ ആദ്യ വ്യക്തിയാണ് വില്യം ബെന്റിക്. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഗവർണർ ജനറലായ ആദ്യ വ്യക്തി വില്യം ബെന്റിക് ആണ്. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വില്യം ബെന്റിക് ആണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ വില്യം ബെന്റിക് ആണ്. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ ആരാ? വില്യം ബെന്റിക് ആണ്. ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനികതയിലേക്ക് നയിച്ചത് വില്യം ബെന്റിക് ആണ്. ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനികതയിലേക്ക് നയിച്ചത് വില്യം ബെന്റിക് ആണ്. സതി നിരോധിച്ച ഗവർണർ ജനറൽ ആണ് വില്യം ബെന്റിക്. 1829 സതി നിരോധിച്ചത്. ശിശുബലിയും ശൈശവ വിവാഹവും നിരോധിച്ച ഗവർണർ ജനറലും വില്യം ബെന്റിക് ആണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയില് ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? വില്യം ബെന്റിക് ആണ്. ഇന്ത്യയിൽ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഭരണാധികാരി. ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് കൊൽക്കത്തയിലാണ്. 1835 ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് കൊൽക്കത്ത 1835. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറലും ആരാണ്? വില്യം ബെന്റിക്. ഈ ചോദ്യമാണ് PSC ആവർത്തന ചോദ്യം. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക് ആണ്. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് മെക്കാളെ പ്രഭുവാണ്. മെക്കാളയുടെ മിനിറ്റ്സ് എന്താണ്? ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ലായിട്ട് അറിയപ്പെടുന്നത് മെക്കാളയുടെ മിനിറ്റ്സ് ആണ്. മെക്കാളെ പ്രഭുവാണ് തയ്യാറാക്കിയത്. കൂടാതെ ഇന്ത്യൻ ശിക്ഷാ നിയമം IPC ഇന്ത്യൻ പീനൽ കോഡിന്റെ പിതാവ്, ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? മെക്കാളെ പ്രഭുവാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭു. ഇത് PSCയുടെ ആവർത്തന ചോദ്യമാണ്. ഈ കോട്ട് അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരനും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാ? മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറലാണ് ചാൾസ് മെറ്റ്കാഫ്. അപ്പോൾ ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ ആരാണ്? ചാൾസ് മെറ്റ്കാഫ് ആണ്. PSC ചോദിക്കുന്ന ചോദ്യം എന്താ? ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് ആണ്. ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്നത് ആരാ? ചാൾസ് മെറ്റ്കാഫ് ആണ്. അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഇന്ത്യൻ ഗവർണർ ജനറലാണ് എല്ലൻ ബറോ പ്രഭു. അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഇന്ത്യൻ ഗവർണർ ജനറൽ ആരാ?
എല്ലൻബെറോ പ്രഭുവാണ്. 1843 1843. സിന്ധു മേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറലാണ് എല്ലൻബെറോ പ്രഭു. എല്ലൻബെറോ പ്രഭുവാണ് സിന്ധു മേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത് എന്ന് ഓർക്കുക. ഗവൺമെന്റ് ഉദ്യോഗം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്ക് മാത്രമായി നിജപ്പെടുത്തിയ ഗവർണർ ജനറലാണ് ഹാർഡിഞ്ച് ഫസ്റ്റ്. ഗവൺമെന്റ് ഉദ്യോഗം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്ക് മാത്രമായി നിജപ്പെടുത്തിയ ഗവർണർ ജനറൽ ആരാ? ഹാർഡിഞ്ച് ഫസ്റ്റ് ആണ്. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസി. ഇത് PSC ചോദിക്കുന്ന ചോദ്യമാണ്. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസിയാണ്. സിംലയെ വേനൽക്കാല തലസ്ഥാനമായി തിരഞ്ഞെടുത്ത ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരി ഡൽഹൌസി. ഇമ്പോർട്ടൻറ്റ് ചോദ്യം. ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരി ആരാ? ഡൽഹൌസിയാണ്. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാത ബോംബെ താനെ 1853 ഏപ്രിൽ മാസം 16 ആരംഭിച്ചത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാത എവിടെ മുതൽ എവിടം വരെയായിരുന്നു? ബോംബെ മുതൽ താനെ വരെയായിരുന്നു. 1853 ഏപ്രിൽ മാസം 16. ആധുനിക തപാൽ സംവിധാനം, ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരിയാണ് ഡൽഹൌസി. ആധുനിക തപാൽ സംവിധാനം, ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി ആരാ? ഡൽഹൌസിയാണ്. ഇന്ത്യയിലെ ആദ്യ ടെലഗ്രാഫ് ലൈൻ കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെയായിരുന്നു. ഇന്ത്യയിലെ ആദ്യ ടെലഗ്രാഫ് ലൈൻ കൊൽക്കത്ത മുതൽ ഡയമണ്ട് ഹാർബർ വരെ. പുരാവസ്തു ഗവേഷണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസിയാണ്. പുരാവസ്തു ഗവേഷണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ച ഗവർണർ ജനറലാണ് ഡൽഹൌസി. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആര്? ഡൽഹൌസിയാണ് പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വുഡ്സ് ഡെസ്പാച്ചിനെ നിയമിച്ച ഗവർണർ ജനറൽ. ഇമ്പോർട്ടന്റ് ആണ്. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വുഡ്സ് ഡെസ്പാച്ചിനെ നിയമിച്ച ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസിയാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട. PSC ആവർത്തന ചോദ്യം. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച്. വർഷം കൂടി ഓർക്കുക, 1854. വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? വിധവ പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയത് ഡൽഹൌസി. 1856. ഇനി ഡൽഹൌസിയെ പറ്റി എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി. 1848. ദത്തവകാശ നിരോധന നയത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം ഏതാ? സത്താറ. ദത്തവകാശ നിരോധന നയത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അവസാനത്തെ നാട്ടുരാജ്യം ഔദ്. ദത്തവകാശ നിരോധന നയം റദ്ദു ചെയ്ത ഗവർണർ ജനറൽ കാനിങ് പ്രഭു. 1859. ഒന്നുകൂടെ പറയാം. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസിയാണ്. 1848. ഇനി ദത്തവകാശ നിരോധന നയത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ആദ്യ നാട്ടുരാജ്യം ഏതാ? സത്താറയാണ്. ദത്തവകാശ നിരോധന നയത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അവസാനത്തെ നാട്ടുരാജ്യം ഏതാ? ഔദാണ്. ദത്തവകാശ നിരോധന നയം റദ്ദു ചെയ്ത ഗവർണർ ജനറൽ ആരാണ്? കാനിങ് പ്രഭു. കാനിങ് പ്രഭു. വർഷം 1859. കാനിങ് പ്രഭു. ബംഗാളിലെ ആദ്യത്തെ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. അപ്പൊ ബംഗാളിലെ ആദ്യത്തെ ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സുമാണ്. ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം ഇപ്പൊ തന്നെ പഠിക്കാം. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്ക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഇത്രയും നേരം ബംഗാളിലെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ബ്രിട്ടീഷ് ഇന്ത്യ ആക്കിയപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്ക് തന്നെയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ലൂയി മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. ഒന്നുകൂടെ പറയാം. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ്. ബംഗാളിലെ അവസാനത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്ക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ
വില്യം ബെന്റിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് കാനിങ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ലൂയി മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൺ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറൽ ആരാ? സി രാജഗോപാലാചാരിയാണ്. അടുത്ത ടോപ്പിക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ശിപ്പായി ലഹള എന്നാണ്. ശിപ്പായി ലഹള. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം 1857 മെയ് മാസം 10. എവിടെ നിന്നാണ് ആരംഭിച്ചത്? മീററ്റിൽ നിന്നാണ് ആരംഭിച്ചത്. 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൽ പാണ്ഡെ. മംഗൽ പാണ്ഡെ ആണ് 1857 ആദ്യത്തെ രക്തസാക്ഷി. മംഗൽ പാണ്ഡെ തൂക്കിലേറ്റത് 1857 ഏപ്രിൽ മാസം 8 പക്ഷേ PSC 1857 മാർച്ച് മാസം 29 എന്ന് ആൻസർ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള ആൻസർ 1857 ഏപ്രിൽ മാസം 8. മംഗൽ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് 34ാം ബംഗാൾ ഇൻഫൻട്രി ആണ്. 34ാം ബംഗാൾ ഇൻഫൻട്രി. 1857 വിപ്ലവത്തിന്റെ ചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ താമരയും ചപ്പാത്തിയും. താമരയും ചപ്പാത്തിയുമാണ്. 1857 വിപ്ലവത്തിൽ ഡൽഹിയുടെ ഭരണാധികാരിയായി വിപ്ലവകാരികൾ അവരോധിച്ച മുഗൾ രാജാവാണ് ബഹദൂർ ഷാ സഫർ. ബഹദൂർ ഷാ രണ്ടാമനെയാണ് വിപ്ലവകാരികൾ ഡൽഹിയുടെ ഭരണാധികാരിയായിട്ട് അവരോധിച്ചത്. റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ പേര് എന്താണ്? മണികർണിക എന്നാണ്. മണികർണിക. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന പട്ടാള മേധാവി സർ ഹ്യൂഗറോസ് ആരെയാണ് വിശേഷിപ്പിച്ചത്? ഝാൻസി റാണിയെയാണ് ഹ്യൂഗറോസ് വിപ്ലവകാരികളുടെ സമുന്നതയായ നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് എന്ന് ഓർക്കുക. 1857 വിപ്ലവത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഝാൻസി റാണിയാണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858 ജൂൺ മാസം 18 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗൊറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗൊറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ്. ഇനി വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കളും അവര് വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് പറയുന്നത്. ഝാൻസിയിൽ വിപ്ലവം നയിച്ചത് ആരാണ്? റാണി ലക്ഷ്മിഭായി ആണ്. ഗ്വാളിയോറിലും റാണി ലക്ഷ്മിഭായി ആണ്. ഇപ്പൊ ലക്ഷ്മിഭായിയെ ഗ്വാളിയോറിൽ സഹായിക്കാൻ വേണ്ടി താന്തിയ തോപ്പിയും ഉണ്ടായിരുന്നു. ബീഹാറില് കൻവർ സിംഗ് ആണ്. ജഗദീഷ്പൂരില് കൻവർ സിംഗ്. ബീഹാറിലും ജഗദീഷ്പൂരിലും ആരാണ്? കൻവർ സിംഗ് ആണ്. ഡൽഹിയിലെ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും ചേർന്നിട്ടാണ് വിപ്ലവം നയിച്ചത്. അസമില് ദിവാൻ മണിറാം ആണ്. മീററ്റില് ഖദം സിംഗ്. ഖദം സിംഗ് ആണ് മീററ്റില് വിപ്ലവം നയിച്ചത്. കാൺപൂരില് നാനാ സാഹിബും താന്തിയ തോപ്പിയും ചേർന്നിട്ടാണ്. ലക്നൌവിലും ആഗ്രയിലും അവധിലും. ലക്നൌവിലും ആഗ്രയിലും അവധിലും ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ളയാണ് വിപ്ലവം നയിച്ചത്. ബറേലിയില് ഖാൻ ബഹദൂർ ഖാൻ. ബറൌത്ത് പർഗാനയില് ഷാമാൽ. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, ബറേലി ഖാൻ ബഹദൂർ ഖാൻ, ബറൌത്ത് പർഗാന ഷാമാൽ. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് ഏതാണ്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1858 വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. 1858 വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആരാണ്? വിക്ടോറിയ രാജ്ഞിയാണ്. 1817 ബ്രിട്ടീഷുകാർക്കെതിരെ ഒഡീഷയിൽ നടന്ന വിപ്ലവമാണ് പൈഗ കലാപം. പൈഗ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബക്ഷി ജഗബന്ധു. ബക്ഷി ജഗബന്ധു ആണ് ഈ പൈഗ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം തീരുമാനിച്ചിരുന്നെങ്കിലും അത് നടന്നിട്ടില്ലായിരുന്നു. ഓക്കെ, 1817 പൈഗ വിപ്ലവം നടന്നത് എന്ന് ഓർക്കുക. ഇനി 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോൺ ലോറൻസ് ആണ് 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്?
VD സവർക്കറാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് എന്ന് ഓർക്കുക. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി കാറൽ മാർക്സ് ആണ്. ന്യൂയോർക്ക് ട്രൈബ്യൂണലിലാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. കാറൽ മാർക്സ്. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത്. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. ബ്രിട്ടീഷ് പാർലമെന്റിൽ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലി ആണെന്ന് ഓർക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാൽറിംബിൾ ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ ലാസ്റ്റ് മുഗൾസിലാണ് ഇങ്ങനെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചത്. വില്യം ഡാൽറിംബിൾ. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ളതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജുംദാർ ആണ്. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ളതുമല്ല, സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് ആരാ? RC മജുംദാർ ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള മാൾസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആരാണ്? വിഷ്ണു ഭട്ട് ഗോഡ്സെ ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള മാൾസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെ ആണ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? നാനാ സാഹിബിനെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ബുദ്ധികേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്രയാണ് 1857 ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇനി വൈസ്രോയിമാരെ പറ്റി നോക്കാം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭുവാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയിയായി നിയമിതനായത് കാനിങ് പ്രഭുവാണ്. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയിയായി നിയമിതനായത് ആരാണ്? കാനിങ് പ്രഭുവാണ്. കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിച്ചത് കാനിങ് പ്രഭുവാണ്. കൽക്കട്ടയിലും ബോംബെയിലും മദ്രാസിലും സർവകലാശാലകൾ സ്ഥാപിച്ചത് ആരാ? കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയായ കൽക്കട്ട സർവകലാശാല നിലവിൽ വന്നത് 1857 ഇന്ത്യയുടെ ആദ്യ സർവകലാശാലയായി കൽക്കട്ട സർവകലാശാല നിലവിൽ വന്നത്. ഇന്ത്യയിൽ വെള്ളക്കാരുടെ സമരം വൈറ്റ് മ്യൂട്ടണി നടന്ന വർഷം 1859 ഇന്ത്യയിലെ വെള്ളക്കാരുടെ സമരം അഥവാ വൈറ്റ് മ്യൂട്ടണി നടന്നത്. ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കിയ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ കാനിങ് പ്രഭുവാണ്. 1860 ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കിയത്. ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസാക്കിയ വൈസ്രോയി കാനിങ് പ്രഭുവാണ്. 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസാക്കിയ വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭുവാണ്. 1861 സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചത് ആരാ? മേയോ പ്രഭുവാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചത്. ഇന്ത്യൻ ധന വികേന്ദ്രീകരണത്തിന്റെ പിതാവാണ് മേയോ പ്രഭു. ഇന്ത്യൻ ധന വികേന്ദ്രീകരണത്തിന്റെ പിതാവാണ് മേയോ പ്രഭു. ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയി ആര് തന്നെയാണ്? മേയോ പ്രഭു. മേയോ പ്രഭു ആൻഡമാനിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. ആരാണ് വധിച്ചത്? ഷേർ അലി എന്ന തടവുകാരനാണ് മേയോ പ്രഭുവിനെ വധിച്ചത്. മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അജ്മീരിലാണെന്നും ഓർക്കുക. അജ്മീരിലാണ് മേയോ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഓവൻ മേരി ടിത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. ഓവൻ മേരി ടിത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ച വൈസ്രോയും ലിട്ടൺ പ്രഭുവാണ്. ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ച വൈസ്രോയി ആരാണ്? ലിട്ടൺ പ്രഭുവാണ്. ഡൽഹിയിലെ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി ലിട്ടൺ പ്രഭുവാണ്. ഡൽഹിയിലെ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി ആരാണ്? ലിട്ടൺ പ്രഭു. 1877 സംഘടിപ്പിച്ചത്. ലിട്ടൺ പ്രഭുവിനെ പറ്റി എപ്പോഴും ചോദിക്കുന്ന ചോദ്യം എന്താണ്? നാട്ടുഭാഷാ പത്രനിയമം കൊണ്ടുവന്ന വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. നാട്ടുഭാഷാ പത്രനിയമം കൊണ്ടുവന്ന വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. നാട്ടുഭാഷാ പത്രനിയമം പിൻവലിച്ച വൈസ്രോയി ആരാണ്? അത് റിപ്പൺ പ്രഭുവാണ്. നാട്ടുഭാഷാ പത്രനിയമം പിൻവലിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? മേയോ ആണ്. 1872 ആദ്യത്തെ സെൻസസ് നടപ്പിലാക്കിയത്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ ഒഫീഷ്യൽ സെൻസസ് നടപ്പിലാക്കിയത് റിപ്പൺ പ്രഭുവാണ്. അത് 1881 ഇമ്പോർട്ടൻ്റ് ആണ്. 1881 ഇന്ത്യയിൽ ആയുധ നിയമം, ഇന്ത്യക്കാർക്ക് ആയുധം കൈവശം വെക്കാൻ ലൈസൻസ് വേണമെന്ന നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭുവാണ്. 1878 ജനകീയനായ വൈസ്രോയി, പോപ്പുലർ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്.
ഒന്നാം ഫാക്ടറി നിയമം പാസാക്കിയ വൈസ്രോയും റിപ്പൺ പ്രഭുവാണ്. 1881 ഒന്നാം ഫാക്ടറി നിയമം പാസാക്കിയത്. ആ വർഷം തന്നെയാണ് എന്ത് ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയത്. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷനെ നിയമിച്ചത് റിപ്പൺ പ്രഭുവാണ്. 1882 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവും ആര് തന്നെയാണ്? റിപ്പൺ പ്രഭുവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ്. ഇൽബർട്ട് ബില്ല് 1883 പാസാക്കിയത് റിപ്പൺ പ്രഭുവാണ്. എന്താണ് ഇൽബർട്ട് ബില്ല്? ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബില്ല്. ഈ ഇൽബർട്ട് ബില്ല് കോൺട്രവേഴ്സിയെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? റിപ്പൺ പ്രഭു തന്നെയാണ്. മൂന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം നടന്ന സമയത്തെ വൈസ്രോയിയാണ് ഡഫറിൻ പ്രഭു. മൂന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം നടന്ന സമയത്തെ വൈസ്രോയി ഡഫറിൻ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്തെ വൈസ്രോയും ഡഫറിൻ പ്രഭുവാണ്. ആ ചോദ്യം PSC ആവർത്തന ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്തെ വൈസ്രോയി ആരാ? ഡഫറിൻ പ്രഭു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചതും ഡഫറിൻ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ അല്ലെങ്കിൽ അന്ത്യത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞത് ആരാ? കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് താൻ ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞത് ആരാണ്? കഴ്സൺ പ്രഭു. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസാക്കിയ സമയത്തെ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ഇമ്പോർട്ടൻറ്റ് ചോദ്യം. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭു. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതും കഴ്സൺ പ്രഭുവിനാണ് 1900. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സനാണ്. 1905 ജൂലൈ മാസം 20 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. എന്നാണ് കഴ്സൺ പ്രഭു 1905 ജൂലൈ മാസം 20. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി മിന്റോ സെക്കൻഡ് ആണ്. അപ്പോൾ അത് 1905 ഒക്ടോബർ മാസം 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ആരാണ്? ഹാർഡിഞ്ച് സെക്കൻഡ്. നമുക്ക് നോക്കാം. എന്താണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു. 1905 ജൂലൈ മാസം 20. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി മിന്റോ സെക്കൻഡ്. 1905 ഒക്ടോബർ മാസം 16. 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് സെക്കൻഡ്. മിന്റോ മോർലി ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? മിന്റോ പ്രഭുവാണ്. 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം നടപ്പിലാക്കിയത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം മിന്റോ മോർലി ഭരണപരിഷ്കാരമാണ്. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയിയാണ് ഹാർഡിഞ്ച് സെക്കൻഡ്. അപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയിയാണ് ഹാർഡിഞ്ച് സെക്കൻഡ്. 1911 ഡിസംബർ 12 പ്രഖ്യാപനം ഉണ്ടായത്. 1912 തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുകയും 1931 ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരാണ്? ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കിയത് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം പ്രകാരമാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദ്വിഭരണം സമ്പ്രദായം നടപ്പിലാക്കിയത്. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? മൊണ്ടേഗു ആണോ ചെംസ്ഫോർഡ് ആണോ ഇതിലെ വൈസ്രോയി? ചെംസ്ഫോർഡ് ആണ്. 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം നടപ്പിലാക്കിയത്. റൗലറ്റ് ആക്ട് പാസാക്കിയ വൈസ്രോയും ആര് തന്നെയാണ്? ചെംസ്ഫോർഡ് തന്നെയാണ്. 1919 റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ റീഡിംഗ് പ്രഭുവാണ്. ഇത് രണ്ടും മാറിപ്പോരുതേ. റൗലറ്റ് ആക്ട് പാസാക്കിയ വൈസ്രോയി ചെംസ്ഫോർഡ് 1919. റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി ആരാണ്? റീഡിംഗ് പ്രഭുവാണെന്നും കൂടി ഓർക്കുക. ജൂത വൈസ്രോയിയാണ് റീഡിംഗ് പ്രഭു. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് പ്രഭുവാണ്. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭുവാണ്. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് പ്രഭുവും ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭുവുമാണ്. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വൈസ്രോയി ആര്? റീഡിംഗ് പ്രഭുവാണ്. റീഡിംഗ് പ്രഭുവിനെ പറ്റിയൊക്കെ കുറച്ച് പോയിന്റ്സേ പഠിക്കാനുള്ളൂ. നേരത്തെ പറഞ്ഞ എന്താണ് റൗലറ്റ് ആക്ട് നിർത്തലാക്കി, അതുപോലെ ജൂത വൈസ്രോയി എന്ന് അറിയപ്പെടുന്നു, ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയതെല്ലാം റീഡിംഗ് പ്രഭുവാണ്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം 18. ആൺകുട്ടികളുടെ 18ഉം
പെൺകുട്ടികളുടെ 14 ആക്കി നിജപ്പെടുത്തിയ ശാരദാ നിയമം പാസാക്കിയത് ഇർവിൻ പ്രഭുവാണ്. 1929 ഒന്നുകൂടെ പറയാം. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം യഥാക്രമം 18ഉം 14ഉം ആക്കി നിജപ്പെടുത്തിയ ശാരദാ നിയമം പാസാക്കിയത് ഇർവിൻ പ്രഭുവാണ് 1929. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ഇർവിനാണ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റത് എന്ന 1931 മാർച്ച് മാസം 23-നാണ്. അപ്പൊ ആ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആരാണ്? ഇർവിൻ. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി. ചെങ്കോട്ടയിൽ INA പട്ടാളക്കാരുടെ വിചാരണ നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭുവാണ്. അപ്പൊ ചെങ്കോട്ടയിൽ INA പട്ടാളക്കാരുടെ വിചാരണ നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭുവാണ്. കൂടാതെ 1945 സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയിമാര് തന്നെയാണ് വേവൽ പ്രഭു തന്നെയാണ്. 1946 ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നപ്പോൾ ഉള്ള വൈസ്രോയിമാര് തന്നെയാണ് വേവൽ പ്രഭുവാണ്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയും വേവൽ പ്രഭുവാണ്. അപ്പൊ വേവൽ പ്രഭുവിനെ പറ്റി എത്ര പോയിന്റ്സ്? 4 പോയിന്റ്സ് ഉണ്ട്. ചെങ്കോട്ടയിൽ INA പട്ടാളക്കാരുടെ വിചാരണ നടക്കുമ്പോഴുള്ള വൈസ്രോയ് വേവൽ പ്രഭു. 1945 സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയ് വേവൽ പ്രഭു. 1946 ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയ് വേവൽ പ്രഭു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്തെ ഇന്ത്യൻ വൈസ്രോയ് വേവൽ പ്രഭു. 1940 ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയ് ലിൻലിത്ഗോ പ്രഭുവാണ്. 1940 ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി ആരാ? ലിൻലിത്ഗോ പ്രഭുവാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയ് ലിൻലിത്ഗോ. അപ്പം 1940 ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയ് ലിൻലിത്ഗോ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയ് ലിൻലിത്ഗോ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ലിൻലിത്ഗോ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ലിൻലിത്ഗോ. ക്വിറ്റ് ഇന്ത്യ ലിൻലിത്ഗോ. 1940 ഓഗസ്റ്റ് ഓഫർ ലിൻലിത്ഗോ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയ് വേവൽ പ്രഭുവായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയ് ആരായിരുന്നു? വേവൽ പ്രഭു. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം തയ്യാറാക്കിയ വൈസ്രോയ് മൗണ്ട് ബാറ്റൻ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം തയ്യാറാക്കിയ വൈസ്രോയ് ആരാണ്? ലൂയി മൗണ്ട് ബാറ്റൻ. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതി മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി തന്നെയാണ് ബാൽക്കൺ പദ്ധതി, ജൂൺ 3 പദ്ധതി എന്ന് അറിയപ്പെടുന്നത്. ബാൽക്കൺ പദ്ധതി, അതുപോലെ ബാൽക്കൺ പദ്ധതി, ജൂൺ 3 പദ്ധതി എന്നെല്ലാം അറിയപ്പെടുന്ന മൗണ്ട് ബാറ്റൻ പദ്ധതിയാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ട് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാക്കപ്പെട്ട ആക്ട് ഏതാ? 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആപ്പ് മറക്കണ്ട. PSC ചലഞ്ചർ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് പോയി ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.